നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. കുട്ടികളുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആണ്. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ യോഗയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആസനയാണ് ചൈൽഡ് പോസ് ഓർ ബാലാസന. ഈ പോസ്റ്ററിൽ നമ്മളുടെ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയിൽ നമ്മൾ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള യോഗ പ്രാക്ടീസിന് ശേഷം കൊടുക്കുന്ന ഒരാസനയാണ് ബാലാസന. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫോർഹെഡ് തറയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോ ബ്രെയിനിലേക്ക് പോകുന്നതുകൊണ്ടും നമുക്ക് കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ ഹിപ്പിലും നമ്മുടെ നീയിലും തൈസിലും ഒക്കെ സ്ട്രെച്ചിങ് കിട്ടുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളിലെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക. നീൽ ബെൻഡ് ചെയ്ത് നിൽക്കുക. ടോസ് ചേർത്ത് വെച്ച് ഹീൽസിലേക്ക് ഇരിക്കാം. അതിനുശേഷം നമ്മുടെ 2 കാൽമുട്ടുകളും മാക്സിമം ഓപ്പൺ ചെയ്യാം. ടോസുകൾ ചേർന്നിരിക്കണം. അതിനുശേഷം ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് വളരെ സ്ലോലി ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാം. ഫോർഹെഡ് ഫ്ലോറിൽ ടച്ച് ചെയ്യണം. കംഫർട്ടബിൾ ആയതിനു ശേഷം നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് വളരെ സ്ലോലി എണീറ്റിരിക്കാം. ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ പലർക്കും അബ്ഡോമിനൽ ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഹിപ്പ് മുകളിലേക്ക് ഉയർന്നിരിക്കും. അങ്ങനെയുള്ളവർ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെഡിന് താഴെ പില്ലോയോ എന്തെങ്കിലും വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക. അല്ലെങ്കിൽ തല തറയിൽ ടച്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ നമ്മുടെ ഹിപ്പ് ഒരിക്കലും മുകളിലേക്ക് ഉയർന്ന് നിൽക്കരുത്. അത് നമ്മുടെ ഹീൽസിന് മുകളിലായിരിക്കണം. വളരെ സ്ലോലി എണീറ്റിരിക്കാം. ഇനി നീ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇതൊരു എക്സ്പേർട്ട് ഗൈഡൻസിൻ്റെ അണ്ടറിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ പോസ് എല്ലാവർക്കും റിലാക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഈ പോസ്റ്റിൽ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു റിലാക്സേഷൻ എല്ലാവർക്കും കിട്ടട്ടെ. ഇത് ഹെൽപ്ഫുള്ളായി മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലുള്ള യോഗ ടിപ്സും ആസനയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.